ഇനി വരാൻ പോകുന്ന CPO പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ. എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ പറയാൻ വന്നതിന്. സ്റ്റഡി പ്ലാൻ എന്ന രീതിയിൽ നിങ്ങൾ കാണണ്ട. ഈ വരുന്ന മാസങ്ങളിൽ, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഏകദേശം നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സാധാരണ നോട്ടിഫിക്കേഷൻ വരുന്ന ഡിസംബർ മാസത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നത്. പക്ഷേ കുറേ ആളുകൾ മുൻപേ തുടങ്ങി എന്നറിയുന്നത് കൊണ്ടാണ് ഇനി നിങ്ങൾ അങ്ങോട്ട് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാൻ പോകുന്നത്. അതിന് മുമ്പിട്ട് ഈക്വൽസിന്റെ ഏറ്റവും പുതിയ CPO ബാച്ചുകൾ, ഫൗണ്ടേഷൻ ബാച്ചുകൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. മന്ത്ലി വെറും 100 രൂപ മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും എക്സാമും, വീക്കിലി എക്സാമുകൾ, റിവിഷൻ എക്സാമുകൾ എല്ലാം ഉള്ള രീതിയിലാണ് നമ്മൾ ബാച്ചുകൾ വരുന്നത്. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസറിന്റെയും പുതിയ ബാച്ചുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എങ്ങനെ തുടങ്ങണം എന്നുള്ളതാണ്. നിങ്ങൾ പല ആളുകളും ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ കോളേജുകളിൽ പഠിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആണ്. ആ ലിമിറ്റഡ് ടൈമിൽ നിന്നുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല, സിമ്പിളായിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. ഏറ്റവും കോർ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജോലിയിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം PSCയെ സംബന്ധിച്ചിടത്തോളം സിലബസ് 2 തവണയെങ്കിലും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാകണം. മീൻസ് 2 തവണയെങ്കിലും, ഒരു തവണ പഠിച്ച് രണ്ടാമത്തെ തവണ റിവിഷൻ ചെയ്യാൻ പറ്റിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസിലൂടെ കവർ ചെയ്ത്, സിലബസ് ഫുള്ളായി കവർ ചെയ്യുക. അത് ഒരു തവണയെങ്കിലും, 1-2 തവണ, 2 തവണയാണ് റിവിഷൻ പറയുന്നത്, ഒരു തവണ സിലബസ് ഫുള്ള് കവർ ചെയ്യുക, വീണ്ടും ഒരു തവണ കൂടി അതിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മാസം 7 മാസം ടൈമിനുള്ളിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതായത് എക്സാം ജൂൺ മാസത്തിൽ നടക്കുന്നതിന് 2 മാസം മുമ്പിട്ട് റിവിഷനൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലിയിലേക്ക് പോകാം. അപ്പോൾ സിലബസ് തീർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പർപ്പസ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, പഠിക്കാൻ തുടങ്ങി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സിലബസിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഒരു റാങ്ക് ഫയൽ വാങ്ങിക്കുക എന്നുള്ളതല്ല നിങ്ങളെ കൃത്യമായ ജോലി. സിലബസ് കൃത്യമായി മനസ്സിലാക്കുകയും ആ സിലബസിനനുസരിച്ച് പഠിച്ചു പോവുകയും, നമ്മൾ തിരിച്ചാണ് സാധാരണ ചെയ്യുന്നത്. റാങ്ക് ഫയൽ വാങ്ങിക്കുകയും റാങ്ക് ഫയലിനനുസരിച്ച് പഠിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ സിലബസിനെ കുറിച്ച് ധാരണ ഉണ്ടാകുക. തിരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആ സിലബസ് എടുക്കുക, സിലബസിലെ സബ് ടോപ്പിക്കുകൾ എടുക്കുക. ആ ടോപ്പിക്കുകൾ ഓരോന്നും എവിടെ നിന്നെല്ലാം മെറ്റീരിയൽ കിട്ടുന്നു, അത് റാങ്ക് ഫയലിൽ മാത്രം ഒതുങ്ങി എന്നുകൊണ്ട് നിങ്ങൾ CPO അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റുകളിലേക്ക് ഇനി നിങ്ങൾ സമീപിക്കരുത്. എവിടെ നിന്നെല്ലാം മെറ്റീരിയൽ കിട്ടുന്നു, ഏതെല്ലാം സാഹചര്യം, ഏതെല്ലാം രീതിയിൽ, യൂട്യൂബ് ആകാം, ടെലഗ്രാം ആകാം, ഇവിടെ നിന്നൊക്കെ കിട്ടുന്നു, അവിടെ നിന്നെല്ലാം ആ ഒരു സ്പെസിഫിക് ടോപ്പിക്കിന്റെ കണ്ടന്റുകൾ കണ്ടെത്തി അത് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. അതിനുശേഷം സിലബസ് കൃത്യമായിട്ട് തീർത്ത് മാർക്ക് ചെയ്തു പോകുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നെ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക. 2021 ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അത് നിങ്ങൾക്ക് +2 ലെവലും ഡിഗ്രി ലെവലും കളക്ട് ചെയ്യാം. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് അത് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും 2023 ശേഷമുള്ള ചോദ്യ പേപ്പറുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ചോദ്യ പേപ്പറുകൾ അടങ്ങിയ റാങ്ക് ഫയൽ ഇഷ്ടം പോലെ വിപണിയിലുണ്ട്. അത് വാങ്ങിച്ച് പരിചയപ്പെടുന്നത് നല്ലതായിരിക്കും. ഡെയിലി, എൻ്റെ അഭിപ്രായത്തിൽ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വീതം നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് PSC ചെയ്തുകൊണ്ടിരിക്കുന്നത്, PSCയുടെ എക്സാമിന്റെ ഇപ്പോഴത്തെ സ്വഭാവം എന്താണ്, ട്രെൻഡ് എന്താണ്, ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്താണ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള. അപ്പോൾ 2024-25 ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഫോക്കസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും PSC എങ്ങോട്ടാണ് പോകുന്നത്. 2025 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയത് PSCയുടെ പോക്ക് എങ്ങോട്ടാണ്, ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവരുടെ എന്താണ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ PQ വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. സോ സിലബസ് വായിക്കുന്നതിനോടൊപ്പം തന്നെ ഡെയിലി ഒരു PQ വെച്ച് കവർ ചെയ്ത് പോവുക. പിന്നെ ഓടി നടന്ന് പഠിക്കുക എന്നുള്ളതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് 5 മണിക്കൂർ 6 മണിക്കൂർ 7 മണിക്കൂർ ഉറക്കമില്ലാതെ പഠിക്കുക. അതല്ല, അങ്ങനെയല്ല നമ്മൾ ഇതിനെ കാണേണ്ടത്. ഏറ്റവും എഫക്റ്റീവ് 1 മണിക്കൂർ പഠിച്ചാലും മതി, പക്ഷേ അത് എല്ലാ ദിവസവും പഠിക്കണം. അപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്നവരാകാം, രാത്രി 10 മണിക്കായിരിക്കും വീട്ടിൽ വരുന്നത്. നിങ്ങൾ ആ 10 മണി കഴിഞ്ഞ് വന്നാൽ പോലും ഡെയിലി ഒരു 1.5 മണിക്കൂർ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി, 2026 നടക്കുന്ന പരീക്ഷയാണെങ്കിൽ പോലും നമ്മൾ ഇപ്പോഴേ സിസ്റ്റമാറ്റിക് ആയിട്ട് സമയം അതിനുവേണ്ടി ചെലവഴിക്കുക എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് പഠിച്ചു പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു 50% മാർക്ക് വരുന്ന ടോപ്പിക്ക് നിങ്ങൾ ഡിസംബറിനകത്ത് തീർക്കണം. അത് എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സ്പെഷ്യൽ ടോപ്പിക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, പിന്നീട് പറ്റുമെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഇപ്പോഴേ തുടങ്ങണം. അപ്പോൾ ഡെയിലി നിങ്ങൾ ഈ പറയുന്ന എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് പോകുക. സെക്ഷനൊക്കെ ഇപ്പോൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. 3-4 സെക്ഷൻ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു പോകാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഡെയിലി ഒരു 5-6 എന്താണ് നമ്മുടെ ഇംഗ്ലീഷിലെ ഗ്രാമർ പോർഷൻ ഉണ്ടല്ലോ, മലയാളത്തിലും അതുപോലെ ഗ്രാമർ പോർഷൻ വരുന്നുണ്ട്. മാത്സിൻ്റെയും ഏതെങ്കിലും ഒരു ടോപ്പിക് 1-2 ദിവസം കൊണ്ട് ഡെയിലി ചെയ്തു. ഇത് ഞാനൊരു സ്റ്റഡി പ്ലാനോ അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. സ്റ്റഡി പ്ലാൻ ഞാനല്ല പറയേണ്ടത്, ഞാൻ സജഷനാണ് തരേണ്ടത്. നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ സമയത്ത്, നിങ്ങൾക്കൊരു ടൈമിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവുമല്ലോ, ആ ടൈം, ഞാനിപ്പോൾ 5 മണിക്കൂർ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകത്തില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂറേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ബേസിക്കായിട്ട്
സിലബസ് തീർക്കുക, അത് ഒരു തവണ 2 തവണയെങ്കിലും റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ന് മുതലാണ് പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക് ഏതൊക്കെയാണ് പഠിക്കുന്നതെന്ന് ഒരു ബുക്കിൽ എഴുതി വെക്കുക. ഇന്ന ദിവസം ഞാൻ BNSലെ സെക്ഷൻ ഡെഫിനിഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പഠിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണ് പഠിക്കാൻ പോകുന്നത്. ഇങ്ങനെ പഠിക്കാൻ പോകുന്ന എന്താണെന്ന് ഒരു ടൈം ടേബിൾ ഒരു ബുക്കിൽ എഴുതി വെക്കുക. അത് കൃത്യമായിട്ട് തീർക്കാൻ പറ്റണം. അവിടെയാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അത് ഡെയിലി ഇപ്പോഴേ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുവാണെങ്കിൽ ഉറപ്പാലും ദ ട്രാക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചില ദിവസം പഠിക്കും, ചിലപ്പോൾ ക്ഷീണമായിരിക്കും, ചിലപ്പം പഠിക്കത്തില്ല. ഇങ്ങനെയൊക്കെ പോയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ട്രാക്കിലാകണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയം, ഇപ്പോൾ നമുക്കൊരു 8 മാസമെങ്കിലും നമ്മുടെ എക്സാമിന് മുമ്പിൽ നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ പഠനം തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എക്സാമിന് ഒരു 3 മാസം മുന്നേ തന്നെ സിലബസ് തീർത്ത് നല്ലൊരു റിവിഷനിലേക്ക് പോകാൻ പറ്റും. അതായിരിക്കണം നിങ്ങളുടെ എയിം. സ്വന്തമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. സ്റ്റഡി പ്ലാൻ മീൻസ് എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നാണ്. ഇത്രയേ ഉള്ളൂ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഡിസംബർ മാസം ആകുമ്പോൾ നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പോലെയുള്ള കോർ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് കവർ ചെയ്ത് അതിലൊരു റിവിഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിൽ എക്സാമുകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിന്റെ PQ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇതിനെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അത് ചെയ്യുക എന്നുള്ളതാണ്. ഡിസംബർ ആകുമ്പോൾ അത് കവർ ചെയ്യുക. അതിനുശേഷം പെതുക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഹിസ്റ്ററി, അതുപോലെ ജോഗ്രഫി പോലെയുള്ള പഠിച്ചു തീർക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഡെയിലി ചെയ്തു പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ബാക്കിയുള്ള 50 മാർക്കിന്റെ ടോപ്പിക്കും ഡെയിലി ഒന്ന് റിവൈസ് ചെയ്തു പോകുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. സംഭവം വളരെ സിമ്പിളാണ്. ഡെയിലി പ്രാക്ടീസ് ആണ്. ഡെയിലി പഠിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു സ്റ്റഡി പ്ലാനും നിങ്ങളുടെ മുന്നിലില്ല. അത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നെ വേറെ ഒരാൾ വന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു 7 മാസത്തേക്ക് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്കൊരു നല്ല ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനോ റിവിഷനോ ഒന്നും, അല്ലെങ്കിൽ സ്റ്റഡി പ്ലാനോ ടൈം ടേബിൾ ഒന്നും വേണ്ട. നിങ്ങൾ ഈ 7 മാസം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ഒരു മാസം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അത് ഒരുപാടങ്ങ് ഡേറ്റ് വെക്കരുത്. മാക്സിമം ഒരാഴ്ചയാണ് ഏറ്റവും നല്ലത്. ഒരാഴ്ചയിൽ പഠിക്കാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് ഒരു ബുക്ക് എടുക്കുക. സിലബസ് ആദ്യം എഴുതി വെച്ചിട്ട് ബുക്കിനകത്ത് ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്ന ഇന്ന ടോപ്പിക്കുകളാണ്, നാളെ പഠിക്കാൻ പോകുന്ന ഇന്ന ടോപ്പിക്കുകളാണ്. ടോപ്പിക്കുകൾ തീർത്തിട്ട് അത് ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ ആദ്യത്തെ 5 ടോപ്പിക്കുകളാണ്. 5 അല്ലെങ്കിൽ 6 ടോപ്പിക്കുകളാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ 6 ടോപ്പിക്കുകൾ നിങ്ങൾ ഡിസംബർ 31 എന്ന് പറയുന്ന നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്ന ദിവസം നിങ്ങൾ തീർത്തോ, ഉറപ്പായിട്ടും നിങ്ങൾ ആദ്യത്തെ 100-നകത്ത് നിങ്ങൾക്ക് വരാൻ പറ്റുക. അത് യാതൊരു സംശയമില്ല. പിന്നീട് നിങ്ങൾക്ക് ഒരു 4, 5, 6 മാസമുണ്ട്. ആ 6 മാസങ്ങളിൽ നിങ്ങൾക്ക് എന്തായാലും ബാക്കിയുള്ള ടോപ്പിക് കവർ ചെയ്ത്, നമുക്ക് എല്ലാം ഒന്നും അതിനകത്തുനിന്ന് വേണ്ട, അത് റിവൈസ് ചെയ്യാനുള്ള ടൈമും കിട്ടും. സോ ഇങ്ങനെ നിങ്ങൾ പഠിച്ചു നോക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി